ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ്. നമ്മള് കുറുക്ക് കാളൻ, കട്ടിക്കാളൻ എന്നൊക്കെ പറയില്ലേ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചക്കായയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. പച്ചക്കായയുടെ ഒരു 1/4 ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇത് രണ്ടിന്റെയും തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പൊ ഇത് രണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മെഷറിംഗ് കപ്പിൽ അളന്ന് നോക്കിയപ്പോൾ 1/2 കപ്പ് പച്ചക്കായയും അതുപോലെ 1/4 കപ്പ് ചേനയുമാണുള്ളത്. ഇവിടെ എടുത്തിരിക്കുന്ന നാളികേരത്തിന്റെയും തൈരിന്റെയും അളവിലേക്ക് ഇത്രയും മതി കേട്ടോ. പിന്നെ കാളനിലേക്ക് കൂടുതൽ കഷ്ണങ്ങൾ ചേർക്കേണ്ട ആവശ്യവുമില്ല. ഇനി ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഈ കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഈ കുക്കർ ഒരു പരന്ന ടൈപ്പാ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താലും മതി. ഇനി കുക്കർ അടച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് നാളികേരത്തിന്റെ ഒരു കൂട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ വെളുത്തുള്ളി 2 പീസസ് ആക്കിയതും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിലൊരു പച്ചമുളക് മുഴുവനായിട്ടും ബാക്കി 2 എണ്ണത്തിന്റെ ഉള്ളിലെ ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പച്ചമുളകിന്റെ കളറും ഫ്ലേവറും കിട്ടും, എരിവ് കൂടിയുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇപ്പൊ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കഷ്ണങ്ങൾ വെന്തോ നോക്കാം. അപ്പൊ ഇതും കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കഷ്ണങ്ങളുടെ വേവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഇത് വെവ്വേം വേണം, അതേസമയം വെന്തുടഞ്ഞ് പോവാനും പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിന്റെ നാളികേരത്തിന്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ട്. ആ റോ ടേസ്റ്റ് പോകുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. കുറച്ചു നേരം ഇതുപോലെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇപ്പൊ നാളികേരത്തിന്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മധുരം കൂടി ചേരുമ്പോൾ ഈ കറി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നാളികേരമൊക്കെ ഒന്ന് വെന്ത് വരട്ടിയൊരു സ്റ്റേജിലായിട്ടുണ്ട്. ഇങ്ങനെ നാളികേരം ഒരുവിധം വരട്ടി എടുത്തിട്ട് കാളൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു രുചിയാണ് കേട്ടോ ഈ കാളന്. എന്തായാലും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന തൈര് അധികം പുളിയില്ലാത്തതാ, അതുകൊണ്ട് 1/2 കപ്പ് ചേർക്കണേ. അല്ലെങ്കിൽ 1 കപ്പ് ചേർത്താലും മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലിടാൻ മറക്കരുത്. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പും നോക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കാളന്റെ പ്രിപ്പറേഷൻ 1/4 ഭാഗം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കാം. അതിനുശേഷം ഒരു 2 വറ്റൽമുളക് ചെറിയ പീസസ് ആക്കി ചേർത്തതും അതുപോലെ ആവശ്യത്തിന് വേപ്പിലയും ചേർത്ത് ഒന്നിളക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല മണവും രുചിയുമുള്ള സദ്യ സ്റ്റൈൽ കാളൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതോടൊപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.